ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തെലുങ്ക് മൂവിയാണ്. അതിൻ്റെ ഒരു മലയാളം വേർഷൻ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മംഗളവാരം അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്നാണ് മൂവിയുടെ വ്യക്തമായിട്ടുള്ള പേര്. കാരണം പലതിലും പല തരത്തിലാണ് ഈ മൂവി. അതൊരു പാനിൽ റിലീസായിരുന്നു. തിയേറ്ററിൽ വലിയ ചലന വിഷയം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഓടി റിലീസ് വന്നപ്പോൾ നല്ല അഭിപ്രായങ്ങൾ കേട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ് മംഗളവാരം എന്ന് പറഞ്ഞുള്ള മൂവി. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇത് പല ലാംഗ്വേജ് ലഭ്യമാണ്. അതായത് തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ പല ഭാഷ ലഭ്യമാണ്. മംഗളവാരത്തെക്കുറിച്ച് പറയുമ്പോൾ അജയ് ഭഗവതിയാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ പായൽ രാജ്പുട്ട്, ദിവ്യ പിള്ളൈ, നന്ദിത ശേത, അജ്മൽ അമീർ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായിട്ട് വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ഹൊറർ കോമഡി ഒരു ത്രില്ലർ മൂവിയിലാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം ഇവർ തുടക്കത്തിൽ അങ്ങനെ ഇമോഷണലായിട്ട് കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം 1986 കഥ നടക്കുന്നത്. 86 നമ്മുടെ കഥാനായകയുടെ ചെറുപ്പകാലത്തു നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്നും തുടങ്ങുന്നു. പിന്നെ അവരുടെ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങൾ പിന്നീട് പെട്ടെന്ന് തന്നെ പുതിയൊരു കാലഘട്ടത്തേക്ക് മാറുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൊറർ ബേസ്ഡാണ് ഒരു രൂപീകരണം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എല്ലാ ചൊവ്വാഴ്ചയും, അതായത് മംഗളവാരം ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ഒരു കിണറുണ്ട്. ആ കിണറുമായി ചുറ്റപ്പെട്ടിട്ടാണ് അതിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും ഒരു ചമരൻ്റെ മേലെ എഴുതിപ്പെട്ട് വരുന്നു. ഇന്ന ആൾ മരണപ്പെടുന്നു, ഒരു അഹീതുണ്ട്, 2 പേരും മരണപ്പെടുന്നു, അങ്ങനെ എഴുതിപ്പെട്ട് പോകുന്നുണ്ട്. ആ പിറ്റേ ദിവസം നമ്മൾ ആ ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ ആ 2 വ്യക്തികളും മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. അപ്പോൾ എന്താണ് ഈ എല്ലാ ചൊവ്വാഴ്ചയും ആൾക്കാർ മരണപ്പെടുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നതാണ് മൂവി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് നമുക്ക് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള ത്രില്ലിങ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധി വരെ വിജയിച്ചെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് മേക്കിംഗ് ആണെങ്കിലും പ്രകടനമാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഓക്കൽ ലെവൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് ആരായിരിക്കും പിന്നിൽ നിന്ന് അങ്ങനെ ത്രില്ലോട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കണ്ടപ്പോൾ നമ്മൾ സ്ഥിരം പടത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ക്ലീഷേ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നി. കാരണം നായികയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോകുന്നു, ഇതല്ലേ കഥയെന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നായികയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് നായികയ്ക്കുള്ള ഒരു അസുഖമായിട്ടൊരു പുതിയൊരു പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് നായികയുടെ അസുഖമായിട്ട്. കാരണം ആർക്കും കണ്ടുവരാത്ത, മാറ്റം ചെയ്യപ്പെടാത്ത പുതിയൊരു ഹോർമോണുമായിട്ടൊരു അസുഖത്തെക്കുറിച്ച് അവർ പരിചയപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അസുഖത്തിൻ്റെ അപ്പുറത്തോട്ട് നായിക എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇമോഷണലായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പായൽ രാജ്പുട്ട് എന്ന് പറയുന്ന നടിയുടെ മികച്ചൊരു പ്രകടനം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിവ്യ പിള്ള, അതായത് മലയാളത്തിൽ നിന്ന് നമ്മുടെ ദിവ്യ പിള്ളയും മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ക്ലൈമാക്സ് തീർച്ചയായിട്ടും അവർ ഞെട്ടിച്ച് കളഞ്ഞു. പക്ഷെ അവർക്ക് കാര്യമായിട്ട് ഡയലോഗോ കാര്യങ്ങളൊന്നും ചിത്രത്തിലില്ലെങ്കിൽ പോലും അവർ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കാരണം നമുക്കൊരു വേറിട്ട് ഉള്ള വേഷത്തിലൂടെ തന്നെ അവസാന ഭാഗത്തുമ്പോൾ അവർ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട്. അവർ ഹസ്ബൻഡായി ചെയ്തിട്ടുള്ള കഥാപാത്രമുണ്ട്. അവരുടെ നാട്ടിലൊരു പ്രമാണി പോലെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി ചെയ്തിട്ടുള്ളത്. പേരറിയില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അജ്മൽ അമീറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കുറച്ച് സീൻസിലുള്ളൂ. അതായത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗത്തും ഒരു പാട്ട് സീനിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത റോളെല്ലാം ചെയ്തു. പക്ഷേ ആ പാട്ട് സീൻ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഴയ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമില്ലാതെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഒരു ഏവറേജ് ഓക്കെ ലെവലിൽ തന്നെ അജ്മൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ടിസ്റ്റുമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു താരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജയിലറിലെ രചികനും മകനായിട്ട് അവതരിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. അതിൻ്റെ പേരറിയില്ല. ആ വ്യക്തിയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മംഗളവാരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആ മംഗളവാരത്തിൽ നമ്മൾ വോയിസ് ഓവർ റിവ്യൂ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ റിവ്യൂ ചെയ്തത്. അപ്പോൾ ഈ മൂവി കണ്ടപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മംഗളവാരം എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതിയോടെ തന്നെ നിങ്ങൾ ചിത്രം കാണാൻ ശ്രമിക്കുക. അത് തീർച്ചയായും നിരാശപ്പെടുത്തില്ല. കാരണം കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു തെലുങ്ക് പടം കാണുന്ന രീതിയിലൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് നിരാശ സമ്മാനിക്കുന്നതിൻ്റെ ഒരു അഭിപ്രായം. മലയാളം ആണെങ്കിലും ഡബ്ബിങ് കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്. തമിഴാണെങ്കിലും എല്ലാം തന്നെ സെറ്റാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.